ശ്രീ തുളസ്യേ വിദ്മഹേ വിഷ്ണുപ്രിയായേ ധീമഹി തന്നോ അമൃതം പ്രചോദയാത്. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഹിന്ദു ഭവനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചെടിയാണ് തുളസി. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടാണ് ഈ തുളസിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുളസിക്ക് അത്രയേറെ പ്രാധാന്യവുമുണ്ട്. പണ്ടുകാലങ്ങളിൽ എല്ലാ ഹൈന്ദവ ഭവനങ്ങളുടെയും വീട്ടുമുറ്റത്ത് ഒരു തുളസിത്തറയുണ്ടാകും. അതുകൂടാതെ ആ മുറ്റം കഴിഞ്ഞുള്ള വെളിയിലുള്ള സ്ഥലമുണ്ടല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തുളസി ഇഷ്ടം പോലെ യഥേഷ്ടമുണ്ടാകും. അതും വ്യത്യസ്തമായ തുളസികളുണ്ട്. ഏകദേശം 300ഓളം തരത്തിലുള്ള തുളസികളുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കുറേ കൂടി ഈ പുതിയ പുതിയ ഭവനങ്ങളുടെ മുന്നിൽ പ്രത്യേകം വീടിനേക്കാളും ഭംഗിയിൽ തുളസിത്തറ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായി കഴിഞ്ഞു. അത് ബഹുഭൂരിപക്ഷവും തുളസിയോടുള്ള സ്നേഹം കൊണ്ടല്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് യഥാസ്ഥാനത്തല്ല നിർമ്മിക്കുന്നത്. അപ്പോൾ തുളസി നമ്മൾക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെ അത് ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവവും ഉണ്ട്. ഒരു കണ്ണ് ഇവിടെയാണ്, ഒരു കണ്ണ് ഇവിടെയാണ്, ഒരു കണ്ണ് ഇവിടെയും ഒരു കണ്ണ് ഇങ്ങനത്തെ ഇവിടെയും വന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതൊരു അഭംഗിയാണ്. അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടാവും. എന്തായാലും. അപ്പോൾ അതൊരു വികലാംഗനായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഒരു വീട് എടുക്കുന്ന സമയത്ത് ആ വീടിൽ നിർബന്ധമായിട്ടൊരു തുളസിത്തറ ഉണ്ടെങ്കിൽ ആ തുളസിത്തറ എവിടെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തുളസിക്ക് തറ കെട്ടരുത്. അത് പാലിക്കാൻ നമ്മൾ കഴിയണം. തുളസി ഒരു കാരണവശാലും അശുദ്ധിയാവാത്ത തരത്തിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുഖം കിഴക്കോട്ടാണ്. അപ്പോൾ വീടിൻ്റെ മുഖം കിഴക്കോട്ടാണെങ്കിൽ നമ്മളിപ്പോൾ തുളസിത്തറ എവിടെയാണ് പണിയേണ്ടത്, ഏത് ദിക്കിലേക്കാണ് പണിയേണ്ടത്, എങ്ങനെയാണ് പണിയേണ്ടത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ആചാര്യന്മാർ, വാസ്തുവിലുള്ള പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആചാര്യന്മാരൊക്കെ പറയുന്നത് വെച്ചാൽ ഈ തുളസി തറ കിഴക്ക് ഭാഗത്തും, വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വീടിൻ്റെ വടക്ക് ഭാഗത്തും മാത്രമേ നടാവൂ എന്നാണ്. പടിഞ്ഞാറോ തെക്കോ ഭാഗങ്ങളിൽ തുളസിക്ക് സ്ഥാനം പറഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ വാദം. പ്രഗത്ഭരായ ഒരുവിധം എല്ലാ ആചാര്യന്മാരും അത്തരത്തിലാണ് പറയാറ്. എന്നാൽ ഇന്ന് ചില ആൾക്കാർ പടിഞ്ഞാറോട്ടും അതുപോലെ തെക്കോട്ടും ഒക്കെയുള്ള വീടിനും ഒരു സ്ഥാനം പറയുന്നുണ്ട്. നമുക്ക് അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം കിഴക്ക് ഭാഗത്തുള്ള വീടാണെങ്കിൽ ആ കിഴക്ക് ഭാഗത്തുള്ള വീടിൻ്റെ ഏത് ഭാഗത്താണ് ഇത് നടേണ്ടത്? യാതൊരു സംശയവും വേണ്ട. കിഴക്ക് ഭാഗത്തേക്ക് മുഖമുണ്ടെങ്കിൽ ആ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇടത് കൈയുടെ ഭാഗം, ഉമ്മറത്തിരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ ഭാഗം, അതാണ് എളുപ്പം പറയാൻ. എന്ന് വെച്ചാൽ കിഴക്ക് നോക്കുമ്പോൾ ആ കിഴക്കിൻ്റെ വടക്ക് ഭാഗമില്ല, കിണർ വരുന്ന ഈശാന കോണില്ലേ, ആ ഈശാന കോണിലേക്ക് എത്തരുത്. അതിന് ആ വടക്ക് ഭാഗത്തേക്ക് വേണം ഈ പറയുന്ന തുളസി നടാൻ. എന്നാൽ വടക്കോട്ടുള്ള മുഖമാണെങ്കിലോ ഇങ്ങനെയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ ഇടത് കൈയുടെ ഭാഗത്താണ് ചെയ്തതെങ്കിൽ, വടക്കോട്ട് മുഖമുള്ള വീടാണെങ്കിൽ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ വലത് കൈയുടെ ഭാഗത്ത് വേണം ഈ തുളസി നടാൻ വേണ്ടിയിട്ട്, മുറ്റത്ത്. അതേതാണ്? അതും ആ ഈശാനുകോണിൻ്റെ ഭാഗം വരിക. വടക്കേ മുറ്റത്ത് ഈശാനുകോണിൻ്റെ ഭാഗവും കിഴക്കുള്ള മുറ്റത്താണെങ്കിലും ഈശാനുകോണിൻ്റെ ഭാഗവും ആണ് വരേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ആ കോണിലേക്ക് പോകാനും പാടില്ല. ആ നടുമുറ്റത്ത് നിന്നും അല്പം മാറിയിട്ട് അല്പം വടക്കോട്ടേക്ക് മാറുക.
അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണെങ്കിൽ അല്പം കിഴക്കോട്ടേക്ക് മാറുക. അല്ലാണ്ട് ഒത്തിരി കൊണ്ടുപോയി ആ മൂലക്കേക്ക് കൊണ്ടുപോകാനും പാടില്ല എന്നർത്ഥം. ഇനി ഈ രണ്ട് ദിശയിലേക്കും നമുക്ക് ഏകദേശം സ്ഥലം മനസ്സിലായി. രണ്ടും ഈശാനുകോണിൻ്റെ ആ ഭാഗത്തേക്ക് നടുഭാഗത്ത് നിന്ന് കൃത്യം സെൻറ്ററിൻ്റെ നിന്ന് അല്പം കിഴക്ക് ഭാഗമാണെങ്കിൽ ഇടത്തേക്കും വടക്ക് ഭാഗമാണെങ്കിൽ വലത്തേക്കുമുള്ള ഭാഗത്തേക്ക് നമ്മൾ സ്ഥാനം കണ്ടെത്തി. ഇനി എൻ്റെ വീട് തെക്കു ഭാഗത്താണ്, അല്ലെങ്കിൽ എൻ്റെ വീട് പടിഞ്ഞാറ് ഭാഗത്താണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഏത് ഭാഗത്താണ് തുളസി നടുക? എനിക്കും വീട്ടിൽ തുളസി വേണമെന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞു, വീടിൻ്റെ മുഖം നിങ്ങൾ എങ്ങോട്ടായാലും തുളസി വേണ്ടത് ഈശാന്യൻ്റെ ആ ഭാഗത്ത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്താണ് തുളസി വേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എനിക്കൊരു തുളസി നടണമെന്നുണ്ട്, ഒരു തുളസി തറ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെല്ലാവരും കാണത്തക്ക വിധത്തിൽ വേണമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. നേരത്തത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, ആചാരപരമായിട്ട് ഗുണത്തിന് വേണ്ടിയിട്ടാണ് ആ ദിക്കിൽ നടന്നതെങ്കിൽ, ആരോഗ്യപരമായ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ആ ദിക്കിലേക്ക് നടന്നതെങ്കിൽ, ഇപ്പോൾ പറയുന്നത് പടിഞ്ഞാറും തെക്കും വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഗുണത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു തുളസിത്തറ വേണമെന്ന്, അത് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ കാണുന്ന വിധത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗമാണ് മുഖം, വീടിൻ്റെ മുഖമെങ്കിൽ ആ പടിഞ്ഞാറ് ഭാഗം നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരു അതിൻ്റെ ഉമ്മർത്ത് ഇരിക്കുമ്പോൾ വലത് വശത്ത് ഈ വടക്കും ഇടത് കൈയുടെ ഭാഗത്ത് തെക്കുമാണ് വരിക. ഇത് പടിഞ്ഞാറോട്ട് മുഖമുണ്ടെങ്കിൽ നമ്മൾ ഉമ്മർത്തിരിക്കുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗം വടക്ക് ഭാഗം വരും, ഇടത് കൈയുടെ ഭാഗം തെക്ക് ഭാഗം വരും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഈ വടക്കേക്ക് വരുന്ന ഭാഗമില്ലേ, ഏത് പടിഞ്ഞാറ് ഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ വലത് കൈയുടെ ഭാഗത്തേക്ക് വേണം. എന്ന് വെച്ചാൽ വായു കോണിലേക്ക് എത്താൻ പാടില്ല. ആ മധ്യഭാഗത്ത് നിന്ന് അല്പം വടക്കോട്ട് മാറിയിട്ട് ആ സ്ഥലത്ത് വേണം ഇത് തടയാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അവിടെയും കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ഏത് ഭാഗത്ത് പറഞ്ഞല്ലോ, ആ ഭാഗത്തിനെ നമ്മളിപ്പോൾ പകുതിയാക്കി എടുത്തു. മുറ്റത്തിനെ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനെ പകുതിയാക്കി എടുത്തല്ലോ. എന്നിട്ട് അതിൻ്റെ വലത് കൈയുടെ ഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വലത് കൈയുടെ ഭാഗത്ത് വെച്ചാൽ വായു കോണിലാണ് വേണ്ടതെന്ന് പറയും. വായു കോണിലേക്ക് എത്തരുത് ആ ഭാഗത്ത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ആ വായു കോണിലെ ഈശാനുകോണിൽ വേണം നടാൻ വേണ്ടിയിട്ട്. അത് കൺഫ്യൂഷനായോ? ഞാനത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇതാ നമ്മുടെ വലത് കൈ നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നു. വീടിൻ്റെ ഉമ്മർത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുവാണ്. പടിഞ്ഞാറോട്ടാണ് നമ്മുടെ വീടിൻ്റെ മുഖം, കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മുടെ കൈ, വലത് കൈ ഏതാണ്, വടക്ക് ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ആ വടക്ക് ഭാഗത്തേക്ക് പകുതിക്കുന്ന ആ വടക്ക് ഭാഗത്തേക്ക് നമ്മൾ വന്നു. ഇപ്പം നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ വലത് ഭാഗത്താണ് എന്തുള്ളത്, ഈ തുളസി തറയുടെ സ്ഥാനം നമ്മൾ കണ്ടിട്ടുള്ളത്, ഈശാൻ്റെ ഭാഗം. അതിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ, വടക്ക് കിഴക്കേ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മുറ്റം വിസ്താരമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറയുടെ ആ ഭാഗത്തേക്ക് വരണം, തറയുടെ ഭാഗത്തേക്ക് വരണം എന്നർത്ഥം. കുറേ അങ്ങോട്ടേക്ക് വരരുത്, പുറത്തേക്കായി പോകരുത്. അതിന് 4 മൂലയാക്കും. ആ ഭാഗത്തിന് 4 മൂലയാക്കി കഴിഞ്ഞാൽ ആ മൂലയുടെ വടക്ക് കിഴക്കേ മൂലയിൽ വേണം നടാൻ എന്നർത്ഥം. അപ്പോൾ ആ ഭാഗത്ത് ഈശാനുകോണിൽ, ആ ഭാഗത്തിൻ്റെ ഈശാനുകോണിൽ നടുമ്പോൾ അതിൻ്റെ വലിയൊരു ദോഷങ്ങൾ നമുക്ക് അവിടെ കുറഞ്ഞ് കിട്ടും, കുറേ കൂടി ഗുണം നമുക്ക് കിട്ടും എന്നർത്ഥം. എന്നാൽ നമ്മൾക്ക് തെക്ക് ഭാഗത്താണ്, ഇരിക്കട്ടെ, തെക്ക് ഭാഗത്താണ് ഇതേപോലെ മുഖം, നമുക്കെന്ത് വേണം, ഈ പറയും പോലെ ഒരു തുളസിത്തറ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തുളസിത്തറ വരേണ്ടത് അഗ്നികോണിൻ്റെ ഭാഗത്തേക്കായിരിക്കും. ആ അഗ്നികോണിൻ്റെ ഭാഗത്ത്, വടക്ക് കിഴക്കേ ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ തെക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ, വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് തെക്കോട്ടേക്ക് നോക്കുമ്പോൾ ഇടത് കൈയുടെ ഭാഗത്ത്, ആ ഇടത് കൈയുടെ ഭാഗത്തിനെ ഒരു സമചതുരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ സമചതുരത്തിലുള്ള വടക്ക് കിഴക്കേ മൂലക്ക് വേണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഈശാനുകോണിൽ വേണം ഈ തുളസിത്തറ പണിയാൻ വേണ്ടി. കൃത്യമായി മനസ്സിലായി കാണും തോന്നും. എന്നിട്ടും ആർക്കും മനസ്സിലായിട്ടില്ല അതുണ്ട് എന്ന് വേണം. എൻ്റെ നമ്പറുണ്ട് വാട്സപ്പിൽ, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടോ, ഞാൻ പറഞ്ഞു തരും. മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. തീർന്നിട്ടില്ല. ഇത് തുളസിത്തറയുടെ സ്ഥാനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉയരം എത്രയാണ്, ഇതിൻ്റെ വലിപ്പം എത്രയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് പിന്നെ ആരുടെ ഈ സഹായം വേണ്ടല്ലോ, നമുക്ക് തന്നെ സ്വയം ചെയ്യാമല്ലോ. ഉയരം എന്ന് പറഞ്ഞാൽ 18 വിരലാണെന്നാണ് പറഞ്ഞത്. 18 വിരൽ മുതൽ 22 വിരൽ വണ്ണം വരെ നമുക്കത് കൊണ്ടുവരാം. ഇത് ഭൂമിയിൽ നിന്നും മുകളിട്ട്. അപ്പോൾ 18 മുതൽ 22 വരെ വിരലാണ് ഇതിൻ്റെ വലിപ്പം. അത് സമചതുരത്തിൽ വേണം എടുക്കാനെന്ന് പറയുന്നത്. സമചതുരത്തിൽ
18 വിരൽ നീളം, 18 വിരൽ വീതി, 18 വിരൽ ഉയരം, ആ വിധത്തിൽ ചെയ്യണം സമചതുരത്തിലായിട്ട്. ഇനി 22 ആയാലും ഇനി 20 ആയാലും വിഷയമില്ല. 18നും 22നും ഇടയിലുള്ളത് ഏതും ആകാം. 18 ആയാലും ഉത്തമമാണ് എന്നർത്ഥം. 18ആണ് കുറേ കൂടി നല്ലത്. ഇനി ഇതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഏത് 18 വിരൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ അതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ടെൻഷൻ അടിക്കണ്ട. വീടിൻ്റെ തറയുണ്ടല്ലോ, ആ തറയേക്കാളും ഒരു കാരണവശാലും ഉയരം കൂടാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അവിടെ നിന്ന് ഒരു സ്കെയിലോ ഒരു ബടിക്കഷ്ണോ എടുത്തിട്ട് അതിൻ്റെ തറയുടെ ചേർത്ത് പിടിക്കുക, എത്ര ഹൈറ്റ് എന്നുള്ളത് തറയുടെ ആ ഹൈറ്റിനേക്കാൾ അല്പം കുറച്ചിട്ടെടുത്തോ, വിഷയം തീർന്നല്ലോ. പിന്നെ അതിനെക്കൊണ്ട് നമുക്ക് തലവേദന ഒന്നും വേണ്ട, നമ്മൾക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമെന്നർത്ഥം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന അവസരത്തിൽ അവിടെ പ്രദക്ഷിണം വെക്കാനുള്ളൊരു സൗകര്യം നമുക്കുണ്ടാവണം. തുളസിക്ക് രാവിലെയും വൈകിട്ടും പ്രദക്ഷിണം വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്ന പറയുന്നത്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല, അതൊക്കെ പിന്നീട് നമുക്കൊരു പ്രഭാഷണമായിട്ട് വരാം. അപ്പോൾ ഇതിന് അത്രയും സൗകര്യങ്ങൾ കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ. മറ്റൊരു കാര്യമുണ്ട്, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് വേദസൂത്രങ്ങളെല്ലാം പരമാവധി ഒഴിവാകും. എന്നാലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വെച്ചാൽ വസ്തു ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ മധ്യമ സൂത്രത്തിലേക്ക് ഇത് വരാൻ പാടില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിൻ്റെ സ്ഥലത്തിൻ്റെ വീതി നമ്മൾ പിടിക്കുക. സ്ഥലം 5 സെൻറ്റ് ആവാം, 10 സെൻറ്റ് ആവാം, എത്ര ആവട്ടെ. അല്ലെങ്കിൽ ആ മുറ്റം ഇതെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കയറ് പിടിച്ച് നടുക്കുന്നത് നമ്മൾ സ്ഥാനം കണ്ടു. ഒരു കയറ് മൊത്തത്തിൽ പിടിച്ചു, അതിൻ്റെ നടുഭാഗം. ആ നടുഭാഗം നമ്മളൊരു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ നടുഭാഗത്തിൻ്റെ രേഖയിൽ ഈ പറയുന്ന തുളസി തറ വരരുത്. അത് വേദമാണ്, മധ്യമ വേദസൂത്രം. അത് നമ്മളെ ബാധിക്കും. അത് വാസ്തുവിൻ്റെ മധ്യസൂത്രമാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാ, ഈ വീടുണ്ടല്ലോ, ഈ വീടിൻ്റെ മധ്യം പിടിക്കാം. എങ്ങനെ? വീടിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തേക്ക് നമ്മൾ ചരട് പിടിക്കുക. ആ ചരട് പിടിച്ചതിന് ശേഷം ആ ചരടിൻ്റെ മധ്യഭാഗവും ഈ തുളസിത്തറയുടെ മധ്യഭാഗം വരുന്നില്ലേ, അതും നേർക്ക് വരുന്നുണ്ടോ നോക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അങ്ങനെ വരാത്ത വിധത്തിൽ വേണം തുളസിത്തറ സ്ഥാപിക്കാൻ. പരമാവധി നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ചില ഭൂമിക്ക് വന്നുകൂടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കൂടി പറയുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അവസാനം അത് ദോഷമായി തീരരുത് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനിയും ഉണ്ടാവാം, ഈ തുളസി തറ കെട്ടിക്കഴിഞ്ഞാൽ ആ തുളസി അവിടെ നമ്മളൊരു തുളസി നട്ടു, അത് നല്ല രീതിയിൽ നല്ലപോലെ തഴച്ച് വളരുന്നൊക്കെയുണ്ട്. ഏതോ കാരണവശാൽ അതൊന്ന് ഉണങ്ങിപ്പോകുന്നു എന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? തുളസിത്തറയിൽ നമ്മൾ നട്ടതല്ലേ, അത് നമുക്ക് വീടിന് ദോഷമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദോഷമൊന്നുമില്ല. എന്നാൽ ആ ഉണങ്ങുന്നു തോന്നുമ്പോൾ തന്നെ അതിൻ്റെ താഴെ നമ്മൾ മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കാം. വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടും അത് ഉണങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ എന്തെങ്കിലും കാരണവശായിരിക്കും. അപ്പോൾ ഉടനെ നമ്മളത് മറ്റൊന്ന് അതിന് തൊട്ടടുത്ത് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് വളരുമ്പോഴേക്ക് ഇത് നശിച്ചു പോകും. പ്രായാധികം കൊണ്ട് പലതും നശിക്കും. ആ തരത്തിൽ തുളസിയും നശിക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ദോഷമൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. എന്നാൽ ഈ തുളസി വീട്ടിൽ നടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളാണുള്ളത്. ഒരുപാട് ഗുണങ്ങൾ. പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് മാത്രമല്ല, വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. വീടിനൊരു ചിട്ടയുണ്ടാകും. കൃത്യമായി പരിപാലിക്കുകയാണെങ്കിൽ വീടിന് കലഹം ഉണ്ടാവില്ല, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ഗുണം കിട്ടും. തടസ്സങ്ങൾ പലതും മാറിക്കിട്ടും. എന്തിനേറെ പറയുന്നു, തുളസിത്തറയും അല്ലെങ്കിൽ തുളസിയെ കൃത്യമായി പരിപാലിക്കുന്നിടത്ത് യമകിങ്കരന്മാർ പോലും വരില്ല എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. എൻ്റെ കൃഷ്ണ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മരിക്കൂലല്ലോ, നമുക്കവിടെ ഇഷ്ടംപോലെ തുളസി നട്ട് വളർത്തിയാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. ശരിയാണ്, മരിക്കൂല എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. യമകിങ്കരന്മാർ, യമൻ വരില്ല എന്നല്ല പറഞ്ഞത്, യമകിങ്കരന്മാർ പോലും വരില്ല. യമകിങ്കരൻ എന്ന് പറഞ്ഞാൽ ഒരു യമൻ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ദേവന, കിങ്കരൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണക്കാരായ ആൾക്കാർ. അതെന്താണ്? രോഗങ്ങളും ദുരിതങ്ങളും. ഈ തുളസി യഥേഷ്ടമുള്ള വീടുകളിൽ ഒരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകില്ല. അവർക്ക് എപ്പോഴും നല്ല വിധത്തിലുള്ള ആരോഗ്യമുണ്ടാകും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അസുഖത്തിൻ്റെയും മരുന്നുകൾ ഈ തുളസിയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ തുളസി യഥാവിധി പരിപാലിക്കുകയാണെങ്കിൽ അവിടെ യമകിങ്കരന്മാർ പോലും വരില്ല എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. അല്ലാണ്ട് അവിടെ മരണം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ രോഗങ്ങൾ ഒരിക്കലും നമ്മളവിടെ ബാധിക്കില്ല. കൃത്യമായിട്ട് അവർക്ക് രോഗപ്രതിരോധ ശേഷി അവർക്കുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തുളസി എല്ലാ ദിവസവും നമ്മൾ പറിക്കാൻ പാടില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു കാരണവശാലും തുളസി പറിക്കരുത്.
രാത്രി കാലങ്ങളിലും ഒരു കാരണവശാലും തുളസി പറിക്കരുത്. പിന്നെയോ ഏകാദശി ദിവസവും ഈ തുളസി പറിക്കരുത്. അപ്പം ചൊവ്വ, വെള്ളി, ഏകാദശി രാത്രി കാലങ്ങളിൽ തുളസി പറിക്കരുത്. അത് വളരെയേറെ ശ്രദ്ധിക്കുക. ഓരോന്നിനും ഓരോരോ സമയമുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഒരാൾ നമ്മുടെ പാട്ട് പാടട്ടെ കേൾക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ നല്ല ഉറക്കത്തിലാണ് വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞാലോ നമുക്ക് ദേഷ്യം വരും. നമുക്ക് വേണ്ടപ്പെട്ട ആളായാലും ഉറക്കത്തിനിടയിൽ ശല്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതുപോലെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞാൽ ഇത് പ്രായം ചെന്നിട്ട് അട്ടം നോക്കി കിടക്കുന്ന അച്ചാച്ചനാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞാൽ അച്ചാച്ചനും ദേഷ്യം വരും. ഓരോ ആൾക്കാർക്കും ഓരോ കർമ്മമുണ്ട്, അല്ലെങ്കിൽ ഓരോ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ. തുളസി ദേവീനെ നമ്മൾ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിലോ ചൊവ്വ, വെള്ളി, ഇത് ദേവിയുടെ പ്രതീകമായിട്ട് ചൊവ്വ, വെള്ളി, അതുപോലെ ഏകാദശി ദിവസങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ പത്നി എന്ന സ്ഥാനമുള്ളതുകൊണ്ട് ഏകാദശി ദിവസങ്ങളിലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം കൂടിയുണ്ട്, അതുകൂടി പറയാം. എന്താണെന്ന് വെച്ചാൽ തുളസിയുടെ സമീപത്ത് ഒരു കാരണവശാലും നമ്മൾ വെക്കാൻ പാടില്ലാത്ത 5 വസ്തുക്കൾ, അല്ല ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ പറയുകയാണ്. 5 വസ്തുക്കൾ തുളസിയുടെ സമീപത്ത് കൊണ്ടുപോകാൻ പോലും പാടില്ല. എന്താണ്? ഒന്ന് ചൂല്. ചൂല് തുളസി തറയുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ചൂല് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതിയുടെ സ്ഥാനം. ആ ജ്യേഷ്ഠയെ കൊണ്ടുപോയി മഹാലക്ഷ്മിയുടെ സ്ഥാനത്ത് കൊണ്ടുവരുത്. അത് വളരെ മോശമായിട്ട് കണക്കാക്കുന്നതായതുകൊണ്ട് തന്നെ എച്ചിലും മറ്റു കാര്യങ്ങളും തൂത്തുവാരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് തന്നെ ചൂലിനെ കൊണ്ടുപോയിട്ട് ലക്ഷ്മിയുടെ പ്രതീകമായിട്ട് തുളസിയുടെ അരികിൽ വെച്ച് കഴിഞ്ഞാൽ അതും ദോഷമാണ് എന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല തുളസി പെട്ടെന്ന് നശിച്ചു പോകാനും ഇടയുണ്ടാകും, അത് കരിഞ്ഞു പോകാൻ ഇടയാകും എന്നർത്ഥം. മറ്റൊരു കാര്യം, നമ്മൾ തുളസി തറയോട് ചേർന്നിട്ടോ തുളസിയുടെ തറയുടെ മുകളിലോ പാദരക്ഷ, ചെരുപ്പ് നമ്മൾ ഒരിക്കലും വെക്കരുത്. കുട്ടികളുടേതായാലും വേണ്ടില്ല, മുതിർന്ന ആളുടേതായാലും വേണ്ടില്ല. ഇത് പറയാൻ കാരണം വെച്ചാൽ ഒരു വീട്ടിലേക്ക് ഞാൻ പോയി. ആ വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീട്ടിലേക്ക് വന്ന ഒരാൾ അവരുടെ മകളാന്ന് വന്നത്, മകളും അവളുടെ കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലൊരു പട്ടിയുണ്ട്. ഈ പട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും ചെരുപ്പ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ചെരുപ്പ് കടിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇതെടുത്ത് ആ തുളസി തറയുടെ മുകളിൽ അങ്ങോട്ട് വെച്ചു. നോക്കണം അതിൻ്റെ ഭവിഷ്യത്ത്. അപ്പോൾ ഈ തുളസി തറയുടെ മുകളിൽ ഒരു കാരണവശാലും ചെരുപ്പ്, കാരണം നമ്മൾ അത്രയും താഴെയാണ് ചെരുപ്പിന് വില കൊടുത്തിട്ട്, ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും താഴെയാണ്. അപ്പോൾ അതിനെ എടുത്തിട്ട് ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ വെക്കുന്നതും നല്ലതല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ തുളസി തറയോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് ഒരു കാരണവശാലും മുള്ളുള്ള ചെടികളും നടാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുള്ളുള്ളത് വളർന്നു വരുന്നെങ്കിൽ ഉടനെ നശിപ്പിച്ച് കളയണം. കാരണം എന്താ, തുളസി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ട് കാണുമ്പോൾ മുള്ള് എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്രോഹമായിട്ട് കണക്കാക്കുന്നു, മുൾച്ചെടികൾ നമുക്ക് ദുരിതമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ദുരിതവും നല്ലതും, നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടായാലും ദോഷ മനസ്സുള്ള ആൾക്കാരായിട്ട് എപ്പോഴും സംഘർഷമായിരിക്കും. വീട്ടിലും കലഹമായിരിക്കും, കുടുംബത്തിലും പ്രശ്നമായിരിക്കും, പോകുന്നിടത്തുമൊക്കെ പ്രശ്നങ്ങളും കലഹങ്ങളും തീരാ ദുഃഖങ്ങളും നമുക്കുണ്ടാകും എന്നർത്ഥം. അതുപോലെ തന്നെ ചില ആൾക്കാർ തുളസി തറയെ കൊണ്ടുപോയി ശിവലിംഗം വെക്കും, അതും പാടില്ല. ശിവലിംഗം വെക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ശിവലിംഗത്തിന് നമ്മൾ അർച്ചന ചെയ്യേണ്ടതാണ്, സ്വയമേവ അർച്ചന ചെയ്യാനല്ല വേണ്ടത്. അപ്പോൾ അർച്ചന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതിൻ്റെ തേടിലും നമ്മളിത് കൊണ്ടുപോയി വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ശിവലിംഗത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ശിവലിംഗത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൂവളമാണ്. കൂവളത്തിന് താഴെ വെച്ചാൽ ദോഷം വരില്ല. പക്ഷേ തുളസി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്, മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒരു വസ്തു അവിടെ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ശിവലിംഗത്തിന് അതിനേക്കാളേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ നിലവിളക്ക് കൊളുത്താം, പക്ഷേ അവിടെ ഈ പറയുന്ന ശിവലിംഗം വന്നു കഴിഞ്ഞാൽ ശിവലിംഗത്തിനാണ് പ്രാധാന്യം കൂടുക. അപ്പോൾ ഇവിടെ ആ ലക്ഷ്മി ദേവിയുടെ പ്രാധാന്യം കുറയും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശിവലിംഗത്തിന് നമ്മൾ അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് കൊട്ട, ചവറ്റ് കൊട്ടയ്ക്കില്ലേ, ഇതും നമ്മൾ തുളസി തറയോട് ചേർന്നിട്ട് തുളസി തറയിലോ വെക്കരുത്. ഇതൊക്കെ തന്നെ ദുഷിച്ച ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. ഏതായാലും തുളസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് വേണം, ഉടനെ താഴേതാ കമൻറ്റ് എഴുതിയിട്ടുണ്ടല്ലേ, അവിടെ നിങ്ങൾ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രഭാഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലെയുള്ള ഇനിയും നിരവധി പ്രഭാഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നോക്കൂ, സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കാണാം. ഞാൻ ഈ സംസാരിക്കുന്നതിന് തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് അവിടെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. ഉടൻ തന്നെ ഇനി എന്താണ്, ഞാൻ ഇവിടെ ഇടുന്ന ഓരോ പ്രഭാഷണങ്ങളും നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരും. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങൾക്കത് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ
മറ്റ് പല ശ്രേഷ്ഠമായ വിഷയങ്ങൾ ഏകദേശം 100 ചില്ലാനം പ്രഭാഷണങ്ങൾ താഴെയുണ്ട് കിടക്കുന്നത്. അതും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് താഴോട്ടേക്ക് ഓരോന്നും സ്ക്രോൾ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.